ആൻഡ് സോ നമുക്കിനി കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. ഹൗ മെനി സാരീസ് ഡു യു ഓൺ? കണക്കില്ല, അത് കൃത്യമായിട്ടൊരു കണക്കില്ല. വിജയ് ചേട്ടനും പുതിയത് വരുമ്പോഴത്തേക്കും കുറച്ച് പഴയത് മാറ്റിക്കൊണ്ടിരിക്കും. എന്നാലും എന്തായാലും ഒരു 1000 ഒക്കെ കാണൂലേ? ഉണ്ടാവും. ചേച്ചി ഷോപ്പിങ്ങിന് പോകുമ്പോ ചേച്ചി എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെനിക്ക് എടുത്തേ പറ്റൂ, എവിടെ പോയാലും ഞാൻ ആ വഴിക്ക് നോക്കില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടാൽ എടുത്തു പോകും എന്ന് തോന്നുന്ന കാര്യം എന്താണ്? സാരി ചിലത് മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് വേണമെന്ന് തോന്നുന്ന ചിലതുണ്ടാകും. പക്ഷെ അധികം അങ്ങനെ ഇല്ല. ഞാൻ ഉടുക്കുന്ന സാരികൾ എല്ലാം ഞാൻ മേടിക്കുന്നതല്ല കേട്ടോ. എനിക്ക് പലരും തരുന്ന സാധനം ചിലത് എനിക്ക് ഇഷ്ടം ഉണ്ടാവും. ചില സാരികൾ ചില സ്റ്റഫ് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ചിലതിപ്പോൾ ഒരു തന്നാണല്ലോ അവർക്കത് ഉടുത്ത് കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടുക്കുന്ന സാരികളും ഉണ്ട്. എനിക്ക് അത്ര തൃപ്തി ഇല്ലെങ്കിൽ പോലും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സാരി ഗിഫ്റ്റ് കിട്ടാറുണ്ട്. കിട്ടി 2 സാരി സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിന് വന്നവരെ കൊണ്ട് തന്നത്. അല്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള സ്റ്റഫ് എന്തെങ്കിലും ഉണ്ടോ സാരീസിൽ? എനിക്ക് കുറച്ച് ഇങ്ങനെ ഒരുപാട് വണ്ണം തോന്നിക്കാത്ത ഒതുങ്ങിയിരിക്കുന്ന, പക്ഷെ ഉടുക്കാനൊരു സുഖമുള്ളതായിരിക്കണം. അകത്ത് കുത്തുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ചില തുണിയുണ്ടല്ലോ നമ്മളിങ്ങനെ അകത്തിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. കംഫർട്ടബിൾ ആവണം. ചേച്ചിക്ക് അങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണെന്നറിയാം. എന്തുണ്ടെങ്കിലും ചേച്ചിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ദേഷ്യം വരുമ്പോ എന്താ ചെയ്യുക ദേഷ്യം പോവാൻ വേണ്ടി? ഒച്ചെടുക്കും. കുറച്ച് ഒരുപാട് തൊണ്ട പോകണ്ട, ഒരുപാട് എടുക്കൂല. ഒരുപാട് ദേഷ്യം എടുക്കൂല ഞാൻ. പക്ഷെ ഇവരുടെ ദേഷ്യം വരുമ്പോൾ ഞാൻ പണ്ടി ഓടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ആരാണ് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ദേഷ്യം കാണുന്നത്? വിജയൻ ചേട്ടൻ തന്നെ ആയിരിക്കും. പക്ഷെ വിജയൻ ചേട്ടനോട് എങ്ങനെയാണ് വഴക്കുണ്ടാകുക? 10 ടൈം സൗണ്ടാണ് വിജയ് ചേട്ടന്റെ. ഒച്ച എടുക്കുന്ന ഞാൻ അവിടെ എല്ലാം എത്തുവോ? എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മൗനം ആചരിക്കും, അത്രേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ വെപ്പൺ. One habit you have gotten rid of. ബെഡ്റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആംഗ്രി ആയിട്ടിരിക്കുമ്പോ words in your mouth. അതെ, വാൾ ഹാങ്ങിങ് പോലെ അങ്ങനെ ഒരെണ്ണം മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്, ഓർക്കാൻ വേണ്ടി. എപ്പോഴും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് വായിന്ന് വീണുപോയേ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു അടിയാണെങ്കിലും മറന്നുപോകും, പക്ഷെ മറ്റു വാക്കുകൾ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ. One habit you have gotten rid of. ബെഡ് ക്ലിയർ ചെയ്യുക, അതൊരു വലിയ പ്രശ്നമാണെന്നറിയാം. നനഞ്ഞ ടവല് ബെഡിൽ കിടന്നാൽ അത് വലിയ പ്രശ്നമാണെന്ന്. അതൊന്നും സമ്മതിക്കൂല. അതൊക്കെ എന്നെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പൊ അതൊന്നും മാറ്റിയിട്ടില്ല, വഴക്കുണ്ടാക്കും. അതൊക്കെ വഴക്കുണ്ടാക്കും, ഒന്നും മാറൂല. പിന്നെ അങ്ങനെ പറയണമെങ്കിൽ പറയാൻ പറ്റുന്നത്, ഇപ്പൊ എനിക്ക് എൻ്റെ ശബ്ദത്തിന് പറ്റാത്ത ചില ഫുഡ് ഞാൻ അവോയ്ഡ് ചെയ്യും. ലൈക്ക് ചിലത് പിക്കിള് കഴിക്കാറില്ല. പിക്കിള് കഴിക്കാറേ ഇല്ല. ഒരുപാട് ഓയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കറികളൊന്നും ഞങ്ങൾക്ക് എരിവ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അതൊക്കെ ഒഴിവാക്കിയതാണ്. നോൺ വെജ് പണ്ട് കഴിച്ചിരുന്നു, ഞാനിപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അതൊക്കെ ഒഴിവാക്കിയ കാര്യങ്ങളാണ്. ഈയിടയ്ക്കാണ് ഏറ്റവും ഫേവറേറ്റ് ഹൊറർ മൂവി, ഹൊറർ സിനിമ ഭയങ്കര ഇഷ്ടമാണെന്ന് ഡൈസറ, നമ്മുടെ ലാലേട്ടന്റെ മകന്റെ. ആ മൂവി പോയി കണ്ടു. അത് കണ്ടോ? അത് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടല്ലൊരു ഇച്ചിരി പേടിയായ സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട സിനിമയുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭ്രമയുഗം ഭൂതകാലം. ഭ്രമയുഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തറിയാമോ? ആ അടുക്കളയുടെ വൃത്തി. അയ്യോ, അടുക്കളയും ആ ഫുഡും ഒക്കെ കണ്ടോ എങ്ങനെ കഴിക്കും നമുക്കിങ്ങനെ. എനിക്ക് അത് കാരണമാണ് ആ സിനിമയ്ക്ക് ഒരു ദേഷ്യം വന്നു. ഉടനെ എൻ്റെ അടുത്ത് പിന്നെ കുട്ടിച്ചാത്തൻ്റെ വീട് പിന്നെ എങ്ങനെ ഇരിക്കും, അടുക്കള വൃത്തിയാക്കി വെക്കാൻ പറ്റുമോ? അതൊക്കെ എന്റെ വീട്ടിൽ വരണ്ട, വന്നു കഴിഞ്ഞാൽ പ്രശ്നം. ഒരൊറ്റ തൊട്ട് മറ്റൊറ്റ വരെ ചേച്ചിക്ക് പ്രശ്നങ്ങളെ. എനിക്ക് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല. ഹസ്ബൻഡ് പറയും ഇത് മാനസിക രോഗമാണെന്ന് പറയും. വിജയൻ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം? വിജയൻ ചേട്ടന് ഇങ്ങനെ ഒരുപാട് ന്യൂസ് കാണല്, ഒരുപാട് വായിക്കും. അതൊക്കെയാണ് വിജയൻ ചേട്ടൻ്റെ ഏറ്റവും. നമ്മൾ ശല്യപ്പെടുത്താൻ ചെല്ലാണ്ടിരുന്നാൽ മതി, പീസ്ഫുൾ ആയിട്ട് അങ്ങ് വിട്ടാൽ അവിടെ സമാധാനമായിട്ട് ഇരുന്നോളും. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വല്ലപ്പോഴും കൊണ്ട് കഴിക്കാൻ കൊടുക്കുക, അങ്ങ് വിട്ടേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ചേച്ചിക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് അറിഞ്ഞൂടാന്ന് വെച്ചാൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം പരാജയമായിരുന്നു.
ഈ കോവിഡ് സമയത്ത് ശരി എന്നാൽ വെറുതെ ഇരിക്കുകയല്ലേ കുക്കിംഗ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എങ്കിലും തമാശയ്ക്ക് വേണ്ടി ഒരു കുക്കിംഗ് ഒരു വീഡിയോ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു സാരിയൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിലും എൻ്റെ ഒരു കുക്കിംഗ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപ്പ് മാങ്ങ ചമ്മന്തി ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചു, എല്ലാം പറഞ്ഞു, ഇതിനെ മിക്സിക്കകത്തൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ പറയാണ് ഇത് അധികം അരയാൻ പാടില്ല, ഈ പറയുമ്പോഴൊക്കെ ഇത് കിറന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് മിക്സി. അതൊന്ന് ജസ്റ്റ് ക്രഷ് ആവാനേ പാടുള്ളൂ എന്ന് പറഞ്ഞ് തുറന്നപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാൻ സ്വയം അയ്യോ കൂടുതൽ അരഞ്ഞു പോയി എന്ന് പറഞ്ഞ് പറഞ്ഞ് അവിടെ എല്ലാവരും കൂടെ കളിയാക്കി. കുക്കറി ഷോ, ഒരു അടുപ്പ് കത്തിക്കാതെ കുക്കറി ഷോ ചെയ്ത ഒരാൾ ചേച്ചിയായിരിക്കും. പിന്നെ അവിടത്തെ എനിക്ക് എല്ലാവരും കൂടെ കളിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്ത് വെറുതെ ചെയ്തില്ല. അത് നേരെ പറയാനും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഇത് കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും കൂടെ വായിൽ വന്നു. ആരെങ്കിലും ചപ്പാത്തി ചമ്മന്തി കൂട്ടി കഴിക്കുമോ? അതെന്തായാലും പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. കൊളമായിപ്പോ പിന്നെ അത് പോസ്റ്റ് ചെയ്തില്ല, അങ്ങനെ അല്ലെ വീട്ടിൽ നിന്ന് എനിക്ക് ട്രോള് കിട്ടി. പിന്നെ എങ്ങനെ പുറത്ത് ഈ സോഷ്യൽ മീഡിയ പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. ഓരോന്നും പറയുമ്പോ ഇപ്പൊ ആരെങ്കിലും എവിടെ പോയാലും ഒരു ഫോണും കൊണ്ട് ആരെങ്കിലും കൂടെ നടക്കുമല്ലോ, അപ്പൊ തന്നെ പേടി. ദൈവമേ ഇനി ഇവർ ഇതിന്റെ എന്താണോ കട്ട് ചെയ്തിടാൻ പോണത് പേടിയാ, സത്യം പറഞ്ഞ പേടിയാ. എനിക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? റീസെന്റ് ആയിട്ട് നടന്ന ഒരെണ്ണം പറയാം. നമ്മുടെ രവീന്ദ്ര മാഷിന്റെ പേർക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു, ഇവിടെ കൊച്ചി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് ഞാൻ അങ്ങോട്ട് ചെന്ന് എൻ്റെ കയ്യിൽ നിന്നുള്ള ബൊക്കെ പോലും മാറ്റിയിട്ടില്ല. എന്നെ കൊണ്ടൊരു കസേരയിൽ ഞാൻ ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ പരിചയക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് അടുത്തോട്ട് വരുന്ന സമയം എൻ്റെ മടിയിൽ അപ്പോഴും ബൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ മാറ്റിയിട്ടില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽഡ് ആയില്ല. അപ്പോഴേക്ക് പുറകിൽ നിന്ന് ഒരു അമ്മ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാൻ അറിയാത്തൊരാളുടെയും കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ വേഗം എടുത്ത് കൊടുത്തേനെ. ഇപ്പം തന്നെ ഫോക്കസ് ഇപ്പം ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ മാറ്റി കൊടുത്തു, ഒരുപാട് അടുത്തല്ലാതെ ഫോട്ടോ രണ്ടുപേരും കൂടെ കിട്ടത്തക്ക വിധത്തിൽ ഞാനിങ്ങനെ നീങ്ങി ഇരുന്ന് കൊടുത്തു. അപ്പം കൈ കൊണ്ട് എൻ്റെ മുടിയിൽ, അവരുടെ കൈ എൻ്റെ മുടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തു. അപ്പം അന്ന് ചെറിയൊരു തലയിലൊരു ചെറിയ മുടി അറ്റാച്ച്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്ര ചമ്മണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മളെല്ലാവരും വെക്കുന്നതാണ്. അത്യാവശ്യം ഒരു പബ്ലിക്കിൽ ചെന്ന് അത് ഊരി വന്നാലുള്ളൊരു നാണക്കേടെന്ന് ആലോചിച്ച് നോക്കും. അപ്പം അവരിങ്ങനെ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് തല അവിടെ ഇങ്ങനെ വലിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മുടി കൈ മാറ്റി, എനിക്ക് കൈ തട്ടി മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ കൈ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടിയെന്ന് ഞാനിങ്ങനെ പറഞ്ഞ് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇട്ടു സോഷ്യൽ മീഡിയയിൽ. പിന്നെ അങ്ങോട്ട് അവിടെ എന്താണെന്നോ ഞാൻ എന്ത് പറഞ്ഞെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചീത്ത വിളിച്ച്. അതെ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും നോക്കുന്ന ആളല്ല, പക്ഷെ എനിക്ക് ആരെങ്കിലും ഒരാൾ അയച്ചു തരും. അല്ലെങ്കിൽ ഞാനിതൊന്നും അറിയാൻ വേണ്ടി ആരും കണ്ടിട്ട് അയച്ചത്. ചുമ്മാ നമ്മളിങ്ങനെ തൊടുമ്പോൾ താഴെ ഇങ്ങനെ ഒന്നും അങ്ങനെയാണ് ഞാൻ ഇപ്പം എനിക്ക് ആരെങ്കിലും ഒരാൾ ഒരു ലിങ്ക് അയച്ചു തന്നെ ഞാൻ തന്നെത്താനെ പോയി നോക്കുന്ന, അതെനിക്ക് അറിഞ്ഞൂടാ ചെയ്യാൻ, ഇപ്പോഴും അറിഞ്ഞൂടാ. ഇപ്പം ആരെങ്കിലും ഒരു ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അയച്ചു തന്നാൽ ഞാനത് തൊടുമ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ കാണുന്നത്, അല്ലാതെ ഒന്നും കാണാറില്ല. അപ്പോൾ അന്ന് ഇതുപോലെ അന്ന് ഞാനപ്പോൾ ആലോചിച്ചു കേട്ടോ, അവിടെ എന്താണ് നടന്നതെന്നോ ഒരാൾ വന്ന് ഇരുന്നിട്ട് പിന്നെ എത്രയോ പേര് വന്ന് ഫോട്ടോ എടുത്ത് പോയി, അതൊന്നും പ്രശ്നമില്ല. ആ ഒരു നിമിഷം എൻ്റെ മുടിയെന്ന് ഞാൻ പറഞ്ഞു പോയതാണ് പ്രശ്നം. അപ്പം അവർക്ക് അവരുടെ ഉദ്ദേശം എന്തായിരിക്കും, ആ ഒരു റീല് ചീത്ത വാങ്ങിച്ച് തരിക എന്നുള്ള ഉദ്ദേശമല്ലേ, അല്ലെങ്കിൽ അത്രയും മാത്രമായിട്ട് ഇടുവോ ആരെങ്കിലും? എന്താണ് പോയി വന്നിരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും, ഞാനും മനുഷ്യനല്ലേ അല്ലേ, ഭയങ്കര പേടി. ഫോണും കൊണ്ട് ആര് കൂടെ വന്നാലും ഇപ്പം നനച്ച് പടപടാന്നിരിക്കും. ഈശ്വര ഇനി വല്ലതും ചോദിക്കും, ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ മുഖത്ത് തന്നെ വല്ല ഭാവഭേവം വന്ന് അതെടുത്തിടുവോ, ഏതാന്ന് അറിയാൻ വയ്യല്ലോ. അത് ഭയങ്കര ഇപ്പം അതൊരു സത്യം തന്നെ, അതൊരു നമ്മുടെ പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ പോയി, അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞാനൊന്നും ഹാൻഡിൽ ചെയ്യാറില്ല. വിജയൻ ചേട്ടനും ബീനുവും ഉണ്ട്. ബീനു തന്നെ എനിക്കൊരു അനിയനുണ്ട്, അവർ രണ്ടുപേരും കൂടിയാണ്. അവർ രണ്ടുപേരും കൂടി നോക്കിക്കോളും. പിന്നെ ട്യൂബ് ലൈറ്റ് എന്നുള്ളൊരു നിക് നെയിം ഉണ്ടോ ചേച്ചിക്ക്? പല കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവരെല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ, ഞാൻ ട്യൂബ് ലൈറ്റ് ആണെന്നും പറഞ്ഞു. കഴിഞ്ഞ തവണ ഞങ്ങൾ ഡിന്നറിന് പോയപ്പോൾ ഇവരെല്ലാവരും എന്നെ കളിയാക്കി. എനിക്ക് സ്ഥിരം കിട്ടാറുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞ് എല്ലാവരും ചെയ്യും, ഞാൻ അതെന്തോന്ന് ഞാനിങ്ങനെ ചോദിക്കും. ഇപ്പം നമ്മൾ സ്റ്റാർ സിംഗറിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതെന്തോന്ന് ഇപ്പം തന്നെ
തന്നെ ഈ ഇടയ്ക്ക് ഇതൊരു ബാബുസ്വാമി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു റീല് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്കിത് ആരാന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അത് പറഞ്ഞ് എല്ലാവരും ചിരിക്കണം. ഞാൻ ചതം തോന്നുന്നു അതാരാധാരം ചോദിച്ചപ്പോ ഈ ചേച്ചി പിന്നെ ഏത് ലോകത്താന്ന് ചോദിക്കാൻ. പിന്നെ എനിക്ക് ഒരാളത് ഇട്ട് കാണിച്ചു തന്നു അതെന്തോന്നാണെന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇത്തിരി പ്രസൻസ് വേണം, കുറച്ചുകൂടെ റീൽസ് ഒക്കെ കാണണം. നമ്മുടെ സമാധാനം പോണ കാര്യങ്ങളൊന്നും കാണണ്ട. ലാസ്റ്റ് ഈ ഫീൽ ഗുഡ് സിനിമകളുടെ ഒരു ഫാൻ ആണെന്ന് അറിയാം. ഏറ്റവും അധികം ചിരിച്ച സിനിമ ഉരുണ്ട് ചേച്ചി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫാലിമി കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എനിക്ക് ഞാൻ 100 പ്രാവശ്യം കണ്ട് ജയ 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 ഒരുപാട് ഇഷ്ടപ്പെട്ട. അടുത്ത ഞങ്ങൾ സമീപകാലത്ത് കണ്ടതില് പിന്നെ വേറെ 2-3 സിനിമകളുണ്ട് ചിരിച്ച. 2 കൺട്രീസ്. അതിന് മുമ്പ് അതുപോലെ ചിരിച്ചിങ്ങനെ ജയ ജയ ജയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ച അടുത്ത കാലത്ത്. ഞാൻ ഇപ്പോഴും ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോഴേ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴും കാണുക. മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ എപ്പോൾ കണ്ടാലും വീണ്ടും ഇങ്ങനെ മണിച്ചിത്രത്താഴ് എനിക്ക് അതുപോലെ ആയിരുന്നു കേട്ടോ. എത്ര തവണ കണ്ടാലും കിലുക്കം. ബാലഗോപാലൻ എം എ, ദാസനും വിജയനും, അതിന്റെ 3 സീരീസ്, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അക്കരെ അക്കരെ. അത് എപ്പോഴും എപ്പ വേണമെങ്കിലും അത് വീണ്ടും കണ്ടാൽ എനിക്ക് ബോറടിക്കൂല. ഞാൻ ഈ ഇടയ്ക്ക് ശ്രീനിവാസൻ സാറിനെ കുറിച്ച് ഞാനൊന്ന് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ശ്രീനിവാസൻ സാറിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ ഒത്തിരി അധികം ചിരിച്ച ഒരു സിനിമയാണ്. അതിനകത്ത് സാറ് കാർത്തിക ചേച്ചീനെ ബൂ ചെയ്യാൻ വേണ്ടി നടക്കുന്ന അതെ, ചിത്ര ചേച്ചിയുടെ കൂടെ 2 പാട്ട് മൂളാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എനിക്ക്. അല്ല, കറക്റ്റ് ട്യൂണി പാടുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു അല്ലേ. ഇപ്പൊ ശരിക്കും നമ്മളൊരു കാലഘട്ടം മാറിയ മാതിരി തോന്നുന്നു അല്ലേ ചിത്ര ചേച്ചി? അതെ അതെ, ശരിക്കും ഒരു എന്താ പറയണ്ട ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ്. അവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എത്ര പേരെയാ നമ്മൾ മിസ് ചെയ്യുന്നത് ശരിക്കും. ചേച്ചി ഇപ്പൊ ചേച്ചിക്ക് ഏറ്റവും അധികം സിങ്ക് ആയിട്ട് തോന്നിയ ഹീറോയിനെ എന്താണ് പാട്ട് പാടുമ്പോ? എന്നോട് ആദ്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ആർക്കാണ് എൻ്റെ വോയിസ് ആപ്റ്റ് എന്നുള്ള ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആദ്യം എന്നോട് അങ്ങനെ ഒരു അവരുടെ അവരുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റിന്റെ ശബ്ദം എൻ്റെ ശബ്ദം ഒന്നായതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് വന്ന ആദ്യം ഒരാൾ പറഞ്ഞത് സൗന്ദര്യയുടെ തെലുങ്ക് പാട്ടിനെയാണ് പറഞ്ഞത്. ഭയങ്കര പാട്ട് ചെയ്ത് ഡയലോഗ് ചെയ്തെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ സാമ്യമുണ്ടെന്ന് ഒരാൾ ശബ്ദത്തിന്റെ അതാണ് പറഞ്ഞത്, ഫ്രീക്വൻസിയാണ് പറഞ്ഞത്. അതൊരു ലോസ് ആയിരുന്നു കേട്ടോ ശരിക്കും. അങ്ങനെ സൗന്ദര്യയുടെ കൂടുതൽ തെലുങ്ക് സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പറഞ്ഞത് ഏറ്റവും അവരുടെ ശബ്ദത്തിന് ഏറ്റവും അവരുടെ ഫേസിനും അവരുടെ ഡയലോഗ്സ് ഡെലിവറിക്കും കൂടുതൽ ആപ്റ്റായിട്ട് എൻ്റെ വോയിസ് തോന്നിയിട്ടുണ്ടെന്ന് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും എല്ലാവർക്കും ചേർച്ചപ്പോൾ ഖുഷ്ബുവിനും ഞാൻ ഒരുപാട് പാട്ടുകൾ പാട്ടുണ്ട്, സുഹാസിനിക്ക് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോയിസ് ചേരുന്നവരെ പോട്ടെ. എല്ലാവർക്കും പാടിയിട്ടുണ്ട്. ചേച്ചിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? ഒന്ന് മധുരം ഭയങ്കര ഇഷ്ടമാണ്, അതൊന്ന്. പിന്നെ ക്ലീൻ ആയിരിക്കണം. അതിന് ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഒരുവിധം വൃത്തിയില്ലാത്തടത്ത് എനിക്ക് ഇരിക്കാൻ പറ്റൂല. ഈ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് മധുരം ഇനി ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പോൾ സംസാരിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു നെയ്യപ്പം രാവിലെ ചേച്ചി നെയ്യപ്പം കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുര പലഹാരം എന്താ? മധുരമുള്ള എല്ലാം ഇഷ്ടം. എല്ലാ മധുരം എന്ന് പറഞ്ഞാൽ ചിലത് മാത്രമേ ഉള്ളൂ ഇഷ്ടമില്ലാത്തത്. അല്ലാത്തൊരുവിധമുള്ള മധുരം, ഈ കടുപ്പിക്കുന്ന മധുരമല്ലേ അതിഷ്ടമല്ല. അല്ലാത്ത മധുരമൊക്കെ ഇഷ്ടം, ലൈറ്റായിട്ടുള്ള മധുരം. ചേച്ചിയെ കാണുമ്പോൾ മിക്കവാറും എല്ലാവരും സ്റ്റാർ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് പതിവ്. യു ആർ ഓഫ് ഐക്കൺ, നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഐക്കണാണ് ചേച്ചി. എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് ദൈവമേ എനിക്ക് ഇവരെ കാണാൻ ഉള്ളൊരു അവസരം കിട്ടിയില്ല? ഒത്തിരി പേരുണ്ട്. നമ്മൾ പറയത്തില്ല, താജി, ആശ, സുശീലമ്മ, ജാനകിയമ്മ, അവർ നമ്മുടെ അടുത്ത അതെ ചെന്നൈയിലാണ്. നമുക്ക് പലപ്പോഴും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ലതാജി, ആശാജിയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ലതാജിയെ കാണാൻ പോയതോ മുമ്പിൽ പാടിയതോ ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയണ്ട സന്തോഷം. ഒരു വശത്ത് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കരമായിട്ട് പേടിച്ചു. ലതാജിയുടെ 75th ബർത്ത്ഡേക്ക് ബോംബെയിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം. അതിനെന്താന്ന് വെച്ചാൽ സൗത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. സൗണ്ട് ചെക്കിന് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ ഷീറ്റ് ഇട്ട സ്റ്റേജാണ്. അത് വലിയ ഏതോ ഒരു ഗ്രൗണ്ടിൽ കെട്ടി ഉണ്ടാക്കിയ സ്റ്റേജാണ്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പം
പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ അടിയും മഴയും ഒക്കെ കാരണം ഒന്നും പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റിയില്ല, പ്രോപ്പർ സൗണ്ട് ചെക്ക് നടന്നില്ല. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം എൻ്റെ അടുത്തൊരു 3 മണി 4 മണിക്കൊക്കെ വരാൻ പറഞ്ഞ് ഒന്നുകൂടെ സൗണ്ട് ചെക്ക് ചെയ്തിട്ട് കയറാൻ. 3 മണി 4 മണി മുതൽ വന്നുകൊണ്ടിരിക്കുന്ന സൗണ്ട് ചെക്ക് നടന്നില്ല. അപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് സ്റ്റേജിൽ കയറുന്നത്. സൗണ്ട് ചെക്ക് ചെയ്ത് നമുക്കെല്ലാം ഇന്നിയർ പ്രോപ്പറായിട്ട് കേൾക്കാമോ, നമുക്ക് പാടുമ്പോൾ ഇത്തിരി ശ്രുതിയും താളവും ഒക്കെ ഒന്ന് കേൾക്കണ്ടേ, അതൊക്കെ ഉണ്ടോന്നൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ പാട്ട് എൻ്റെയും, എനിക്ക് ശേഷമാണ് ആദ്യത്തെ പാട്ട് എപ്പോഴും ഒന്ന് ബാലൻസ് ആയി വരണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഗിന്നി പിഗ് ഞാനായിരുന്നു. എൻ്റെ 2 പാട്ടും ആദ്യം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് നമ്മുടെ ടെൻഷൻ ആദ്യം അങ്ങ് കഴിയും. പക്ഷേ എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ വയ്യാതെ തുടക്കത്തെ പാട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അന്ന് ലതാജിയുടെ മുമ്പിൽ 2 പാട്ട് പാടി, എന്ത് പാടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് അങ്ങനെയായിരുന്നു. ആ വെച്ചാൽ ഒന്നാമത് ടെൻഷനും, ഒന്ന് ഇന്നിയർ കേൾക്കാനും പറ്റുന്നില്ല, ലതാജി നേരെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം കൂടെ ഒരു ട്രാൻസിലായിരുന്നു. എന്താണ് നടന്നതെന്നൊന്നും അറിയില്ല. അതിനുശേഷം അങ്ങനെ ഒരു സ്റ്റേജായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ആശാജിയെ ആദ്യമായിട്ടും കണ്ടതൊരു ഫ്ലൈറ്റിലാണ് കാണുന്നത്. ദാസേട്ടൻ്റെ കൂടെ ഞാൻ ഒരു ഷോവിന് പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് ദാസേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞത്, ദാസേട്ടൻ ആശാജി മുമ്പിൽ ഇരിപ്പുണ്ട്. ദാസേട്ടൻ്റെ മുമ്പിൽ അങ്ങോട്ട് പൈലറ്റിനെ എന്തോ കാണാനായിട്ട് പോയിട്ട് വരുമ്പോൾ ആണ് ആശാജി ഇരിക്കുന്നത് കണ്ടപ്പോൾ സംസാരിച്ചിട്ട് വന്നു, ഇവർ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമോ എന്ന് വെച്ച് അങ്ങനെ എന്നെയും കൂടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ലതാജി ചേച്ചിയുടെ ലൈഫിൽ ഒരു വളരെ പിവറ്റലായിട്ടുള്ള ഒരു മൊമെന്റിൽ ലതാജി വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടൊന്നുമില്ല, ലൈഫ് ആൻഡ് ഷീ കോൾഡ് യു. അതെ അതെ. ലതാജി പറഞ്ഞു സംഗീതത്തിലേക്ക് തിരിച്ചു വരണം. സത്യം. ഒരിക്കലും സംഗീതം വിശ്വസിച്ചില്ല ആദ്യം ലതാജിയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഒരു ലേഡി വിളിച്ചിട്ട് ലതാജി വാണ്ട്സ് ടു ടോക്ക് ടു, ഞാനിത് ഏത് ലതാജി, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരിക്കലും ഞാൻ വേറെ ഏതോ ഇത് ഏത് ലതാജിയുടെ കാര്യം പറയണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഇനി പ്രാങ്ക് ആണോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നൂലേ, ഇത് ആരാണ് എന്താണെന്നൊരു പിടിയില്ലല്ലോ പറഞ്ഞിട്ട് ആദ്യത്തെ കോൾ കഴിഞ്ഞത് കട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ ആരും ലതാജി എന്ന് പറഞ്ഞു, ലതാജി വാണ്ട്സ് ടു ടോക്ക് ടു യു. ഇത് ഏത് ലതാജി? അപ്പോൾ എൻ്റെ നീസ് ഉണ്ട് അവിടെ. മമ്മി ഒറിജിനൽ ലതാ മങ്കേഷ്കർ ആയിരിക്കുമോ? പിന്നെ എന്നെ വിളിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തതേ ഇല്ല. അത് കഴിഞ്ഞപ്പോൾ 2ാമത് വീണ്ടും വിളിച്ചു. അപ്പോൾ അവൾ എടുത്തു, എൻ്റെ നീസ് എടുത്തു. അവൾ എടുത്തിട്ട് സംസാരിച്ചിട്ട് പ്ലീസ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാനൊന്ന് പരീക്ഷണമായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടിരിക്കുക, ലതാജിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഒരു എന്താ പറയണ്ട, ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു നമുക്കൊരു, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എനിക്ക് ഇതൊക്കെയുള്ള ഒച്ച വരിക, ഞാൻ എൻ്റെ കൺട്രോളിലല്ല ഞാൻ, മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ഒച്ച വരില്ല, നമുക്കൊരു ആ ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ അറിയാതെ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ വരുന്നുണ്ടായിരുന്നു.